ഉടനെ കരുത്തൻ്റെ തറിക്ക് വാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് വാപ്പ. അങ്ങനെ അത്രത്തോനെ കുടിക്കട്ടോ, ബാക്കി കുറെ ഉണ്ടല്ലോ. എടാ ബക്കറേ, പണ്ടാരടിക്ക സമയത്ത് വിളിക്കട് ഫുള്ള് തലേ കയറിയെന്നോ. അപ്പുറത്ത് വന്നിരിക്കുന്ന ആരൊക്കെന്ന് അറിയോ നിനക്ക്? പ്രധാനമന്ത്രി ഒന്നല്ലോ, രജനാഥിന്റെ വാപ്പയല്ലേ. അവരെന്തിനാ വന്നെന്നറിയോ? നമ്മളെ റിച്ചുവിനെ പെണ്ണ് കാണാൻ. അത് വലിയ സംഭവം കേട്ടപ്പോ. അതെന്താ? എന്റെ പൊന്നു റംലാച്ച, 2 കൊല്ലായാലും ഇവർ രണ്ടാളും കൂടെ പ്രേമിച്ച് കിടക്കണേ. 2 വീട്ടുകാർക്ക് ഇത് അറിയും ചെയ്യാം, പക്ഷെ വീട്ടുകാർ തമ്മിൽ കണ്ടിട്ടില്ല. ഇതാണും പെണ്ണും കാണാന്നല്ല ഇനി പറയാ, കുടുംബക്കാർ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കാണാം. മതി തമാശ. ആ ജ്യൂസ് ആയിട്ട് അപ്പുറത്തോട്ട് ചെല്ലും. എന്റെ പൊന്നു റംലാത്ത, ഞാനൊന്ന് കുടിച്ച് തീർത്തോട്ടെ. ബക്കറേ വേണ്ട, ആമിനെ വിളിക്കണത്. ഓയോ വാച്ചി കേട്ടില്ലേ? പേറ്റുനോ വെട്ടിട്ട് വിളിക്കാൻ വന്നതാ. ഇപ്പൊ വരാ, എന്നിട്ട് വന്നിട്ട് തന്നെ കുടിച്ച് തീർത്തേരടെ പറയാ. പക്ഷേ ഇടിയും കേൾപ്പൂ, എല്ലാനൊരു കാറ്റ് ഇടിയും കേൾപ്പൂ. എന്താ എന്താണൊരു ശബ്ദം? റെജി കേട്ടോ റഹ്മാൻ, മോളുടെ യഥാർത്ഥ പേര് റിഷാന എന്നത് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. റെജി എപ്പോഴും റിച്ചു റിച്ചു എന്ന് പറയും. ശരിയായ പേര് ഞാനോട് ചോദിച്ചതുമില്ല. ഇപ്പോഴേതായാലും പേരറിഞ്ഞല്ലോ. കേട്ടോ മിസ്റ്റർ റഹ്മാൻ, നമ്മുടെ കുടുംബത്തിലെ മിക്ക കുട്ടികളും ഇപ്പൊ ചെല്ല പേരിൽ അറിയപ്പെടുന്നത്. വിളിച്ച് വിളിച്ച് യഥാർത്ഥ പേരങ്ങ് മറന്നുപോകും. വേറെ ആരെങ്കിലും കുട്ടിയുടെ യഥാർത്ഥ പേര് ചോദിച്ച നമ്മൾ കടന്ന് തപ്പിപ്പോവും. നോക്കണേ ഓരോരോ മണ്ടത്തരങ്ങൾ. അന്തിമാനത്തമ്പിളി പോലെ ചന്തമേഴും പെണ്ണേ, അന്തിമാനത്തമ്പിളി പോലെ ചന്തമേഴും പെണ്ണേ, നിന്റെ മിഴിയിണകളിൽ കണ്ടേ ഒരു കുറുമ്പിപ്പൂവിൻ ചിരിയും, നിന്റെ കരിവളയിട്ട കയ്യാൽ എന്നെ ഒരുമ്പിപ്പോയതെന്തേ? തന്നിനാരേ 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 ഒരു ചെന്തമിഴ് കൊടി പോലെ കൊഞ്ചി കുണുങ്ങിപ്പോയൊരു പെണ്ണെ, നിന്റെ കരിമഷിയിട്ട കണ്ണാലൻ ഒളിഞ്ഞ് നോക്കണ കണ്ടേ. അന്തിമാനത്തമ്പിളി പോലെ ചന്തമേഴും പെണ്ണെ, അന്തിമാനത്തമ്പിളി പോലെ ചന്തമേഴും പെണ്ണെ, നിന്റെ മിഴിയിണകളിൽ കണ്ടേ ഒരു കുറുമ്പിപ്പൂവിൻ ചിരിയും, നിന്റെ കരിവളയിട്ട കയ്യാല ചുട്ടമ്മായി. ഓ മരുമോളെ തീറ്റിക്കണം. പൊന്നമ്മായി തിന്നു മോളെ. വേണ്ട പയ്യെ. ഇന്നൊന്നും വേണ്ട, വെള്ളം അറിഞ്ഞു. ഇങ്ങോട്ടേക്ക് മലയാളി. എന്താ വക്കർക്ക ഒരു പരുങ്ങല്? വയറ്റിനുള്ളിൽ സഞ്ചാരം. എന്താ കഥ പറയാൻ നേരല്ല. എന്നാ പിന്നെ മറ്റു കാര്യങ്ങളിൽ കിടക്കാം. എന്താ ഇവരിപ്പോ MBA കാരാ. വല്ല കമ്പനികൾ റാഞ്ചിക്കൊണ്ടതിന് മുമ്പ് നമുക്കിതങ്ങ് നടത്താം. എന്നാൽ ഇനി വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ച് നിശ്ചയിക്കാനുള്ള തീയതി അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ? ആയിക്കോട്ടെ. ഒരു കണക്കിന് ഈ കുട്ടികൾ ഭാഗ്യമുള്ളവരാ.
മനസ്സിലുള്ള മോഹങ്ങളും പ്രണയമൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചല്ലോ. എനിക്ക് ഇവരോട് അസൂയ തോന്നുക. കൽബിലെ പൂങ്കിളി നീ വരും കാലമോ പൂമഴ തേന്മഴ പൂമഴ തേന്മഴ ഹായ് റിച്ചു, പറഞ്ഞോളൂ. ഞാനിത് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഏയ് കുഴപ്പമില്ല, പറഞ്ഞോ. നീ ന്യൂ ഇയർ അല്ലേ? ഗംഭീര ന്യൂ ഇയർ പാർട്ടി ഉണ്ട് ഹോട്ടൽ തീർത്ഥയില്. നീ വരുന്നോ? അടിപൊളി പരിപാടിയാടാ. ഓ പിന്നെ, എനിക്കെന്ത് ന്യൂ ഇയർ സെലിബ്രേഷൻ? നീ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാനിത് ഓർക്കുന്നത് തന്നെ. ഹലോ മോനെ റജി, റഹ്മാൻ അങ്കിളാടാ. മോൻ എവിടെയുള്ളത്? അതെയോ, റിച്ചുവിനെ കാണാനില്ല മോനെ. അവൾ ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. അങ്കിള് വിഷമിക്കാതിരിക്കും, ഇന്ന് ന്യൂ ഇയർ അല്ലേ. അവള് ഫ്രണ്ട്സിന്റെ വീട്ടിലാവും. മണി 12 കഴിഞ്ഞില്ലേ? അവൾ ഇത്രയും ലേറ്റ് ആവുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആമിനെയാണെങ്കിൽ കരഞ്ഞു ബഹളം വെക്കുക. എനിക്കും പേടിയാവുന്നുണ്ട്. നീ കൂടെ ഇല്ലാണ്ട് അവൾ ഇത് ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കിടക്കുക? ഇവിടെ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഫോൺ ആണെങ്കിൽ എടുക്കുന്നുമില്ല. അങ്കിള് വിഷമിക്കാതിരിക്കേ, ആന്റിയെ സമാധാനിപ്പിക്കേ. ഞാനിതാ ഇപ്പം തന്നെ റിച്ചയും കൂട്ടി വരാം. ഞാനും കൂടി വരട്ടെ? വേണ്ട, ആന്റി തനിച്ചാവില്ലേ. ഞാൻ ഇപ്പം തന്നെ റിച്ചയും കൂട്ടി വരാം. എന്താ പറഞ്ഞേ? അവളെ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലാണത്രേ. റജി ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, വെറുതെ കരഞ്ഞു പിടിച്ച് ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാൻ. എന്താ ഫ്രണ്ടിന്റെ വീട്ടിൽ ഫോണില്ലേ? നമുക്ക് എന്തോ ഇങ്ങോട്ട് വിളിച്ചാല് മറന്നതാവും. നമുക്ക് പോവാം.
വേണ്ട നിന്നോടാ വരാൻ പറഞ്ഞേ വരാൻ എനിക്ക് ഡാൻസ് ചെയ്യണം. നിന്നോടാ വരാൻ പറഞ്ഞേ പറഞ്ഞത് റിച്ച മര്യാദക്ക് വരാൻ ഓക്കെ പേടിക്കണ്ട ഒരു ചെറിയ മയക്കം അത്രേ ഉള്ളൂ വാ സാറേ 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 ദേ എഴുന്നേൽക്ക്. എഴുന്നേക്ക്. ഇവിടെ നടന്ന പാർട്ടിയൊക്കെ നേരം പുലർന്നില്ലേ സാറേ? എല്ലാവരും പോയി. അയ്യോ തല പൊട്ടിയിട്ടുണ്ടല്ലോ. സാറേ എഴുന്നേക്ക്. എഴുന്നേക്ക്. ജി എന്തു പറ്റിയടാ എന്റെ മോൾക്ക്? അവളിതെവിടെയാ? നീ അവളെ കണ്ടില്ലേ? ഹലോ അങ്കിൾ, അത് പിന്നെ പറ മോനെ, എന്റെ മോൾ ഇതെവിടെ പോയി കിടക്കുക? എന്താ അവൾക്ക് വല്ല അപകടവും? പറയടാ, റിച്ച എവിടെയെന്ന്? എനിക്കറിയില്ല. സത്യം പറയടാ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും. എന്നെ വിട്, ഞാൻ പറയാം. എനിക്ക് പറ, റിച്ച എവിടെ? റൂം നമ്പർ 102. ഹലോ അങ്കിൾ, എന്തായി? എവിടെയാ മോനെ? ഇതിനകത്തുണ്ടെന്നാ പറഞ്ഞേ. എന്റെ പൊന്നു മോളെ, എന്താ ഇത്? വാ കയറ്. എന്തായി? റഷീദേ, ഡോറ് തുറന്നു കൊടുക്ക. ഇറങ്ങിക്കോളൂ. യാ അല്ലാഹ്. അടക്കി മക്കളെ. വീട് എന്താ
മോളെ നിനക്ക് പറ്റിയത്? വിടെന്നെ, നീ ആരാ എന്നോട് ചോദിക്കാൻ? എനിക്ക് നിങ്ങളെയൊന്നും കാണണ്ട, ഇഷ്ടമല്ല. ലീവ് മീ. മോളെ, ഇത് എന്റെ ജീവിതമാണ്. എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുകയും ചെയ്യും. യു ഡോണ്ട് ബോദർ. എനിക്കത് ഇഷ്ടമല്ല. അണ്ടർസ്റ്റാൻഡ്? എടി, ഇത്രയൊക്കെ ആയിട്ടും മതിയല്ല നിനക്ക്? നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ നിർത്തുന്നുണ്ട്. ആമിന മതിയാക്ക്, നീ ഇരിക്ക്. എന്റെ പഠിച്ചോനെ. ഇക്ക ഇങ്ങനെ ആയാലോ? ഇക്ക കരയരുത്. ഒന്നേ ഒന്ന്, കണ്ണേ കണ്ണേ എന്ന നിലയ്ക്ക് എത്ര പുന്നരിച്ചു വളർത്തിയതാ. എന്നിട്ടും ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് സഹിക്കാൻ കഴിയില്ല റഷീദേ. ഇക്ക കുട്ടികളെ പോലെ ആയല്ലോ. റിച്ചുവിനൊന്നും പറ്റിയിട്ടില്ല. ഇക്ക സമാധാനായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? ഞാൻ എന്റെ കണ്ണോട് നേരിൽ കണ്ടില്ലേ. പോയടാ, പോയി. നമ്മുടെ റിച്ചുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയടാ. ഇന്ന് വരെ ഇവളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് എതിര് നിന്നിട്ടുണ്ടോ? എന്തെങ്കിലും അസൗകര്യങ്ങൾ ഇവൾ അറിഞ്ഞിട്ടുണ്ടോ? ആമിന, എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയണത്? ഒരുപാട് പ്രാർത്ഥനകൾക്കും ചികിത്സയ്ക്ക് ഒടുവിൽ കിട്ടിയതല്ലേ ഇവളെ. പുന്നരിച്ചതല്ലാതെ ഒരു കറുത്ത വാക്ക് ഇന്നോളം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആമിന, മതി, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു ബുദ്ധിമോശം. ഇതാണോ ഇത്താ ബുദ്ധിമോശം? ഇതിനാണോ ഞങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടത്? ഇവളെ കുറിച്ച് എന്തൊക്കെ ആശിച്ചു, എത്ര കിനാവ് കണ്ടു. ഒരു രാത്രി കൊണ്ട് എല്ലാം നശിപ്പിച്ചില്ലേ ആ സ്വത്ത്. മതി, എനിക്ക് നിന്നെ കാണണ്ട. കൊണ്ടുപോയിക്ക് എന്റെ മുമ്പേന്ന്. ശൈത്താനെ. ആമിന, വെറുതെ ബഹളം വെച്ച സംഗതി കൂടുതൽ വഷളാവും. നാട്ടുകാരോട് അറിഞ്ഞ പിന്നെ നാണക്കേടിട്ട് മാറുകയല്ല. പറഞ്ഞേക്കാം. അസീന, നീ ഓളെ മോളിലേക്ക് കൊണ്ടോ. മോളെ ചെല്ലു മോളെ. ആമിന, എഴുന്നേൽക്ക്. റംല, നീ ഒന്ന് ആമിനെ മുറി കൊണ്ടേക്ക്. നടക്ക്. ഷെറിൻ, അകത്തേക്ക് പോ. മക്കളെ നടന്നോടി. മോളെ, റജി ഇരിക്കടോ. റിച്ച് എന്നാണ് നിന്നെ വിളിച്ചത്? ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്. അത് കഴിഞ്ഞ് 3-4 തവണ ഞാൻ ഫോൺ ചെയ്തു. റിച്ച് ഫോൺ എടുത്തില്ല. ഇവരെയൊന്നും റജിക്ക് അറിയില്ല? ആരും മുമ്പ് കണ്ടിട്ടുമില്ല? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ? എന്ത് പരാതി കൊടുക്കുക? നമ്മുടെ കുട്ടി വഴി തെറ്റിപ്പോയെന്നോ? സൈബർ സെല്ലിന് പരാതി കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അത് പിന്നെ കേസാവും. റിച്ചിയും കൊണ്ട് കോടതിയിൽ മറ്റും കയറി ഇറങ്ങേണ്ടി വരില്ലേ? പിന്നെ അത് വാർത്തയാവും, പത്രങ്ങളിലും ചാനലുകളിലും വരും. അംസക, നമ്മുടെ കുട്ടി ചീത്തയായി പോയെന്ന് നാം തന്നെ ലോകത്തോട് വിളിച്ചു പറയലാവില്ലേ? വേണ്ട, അതൊന്നും വേണ്ട. റജി, നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇവിടെ കുറെ തെമ്മാടി കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിലക്ക് നിർത്തണല്ലോ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? വേണ്ട, നിങ്ങൾ ആരും അന്വേഷിച്ചിറങ്ങണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സൽക്കാരം കൂടാൻ വന്നല്ല ഞാൻ, ഇവനെ കൂട്ടിക്കൊണ്ടു വന്നതാ. നാട്ടുകാർ കേക്കട്ടെ, അറിയാൻ ചെയ്യട്ടെ മോളുടെ കയ്യിലിരിപ്പ്. സത്താർ കോയ, മാനും മര്യാദയായിട്ട് കഴിയുന്നവൾക്ക് പറ്റിയ ഇക്ക, പണിയാണത്. ഒന്ന് എഴുന്നേൽക്ക്. ഇത് തന്നെ പുറത്തെന്ത് സംസാരം കേൾക്കുന്നു? എന്റെ ഭാര്യ ഫാസിലെ പറഞ്ഞോണ്ടാ ഞാൻ നിന്നത്. ഇക്ക, ഒന്ന് എഴുന്നേൽക്ക്. ഇക്ക, ഇക്ക. ഇവനെ പറഞ്ഞാ മതി. എന്തടാ സംബന്ധം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആച്ചി വീട്ടിൽ അടയിരിക്കാൻ. ഡാഡി, താടി പോയി വണ്ടിയിലിരിക്കടാ. ലോകത്ത് ഈ ഒരു വെണ്ണയുള്ളൂ. സത്താർ കോയ, ദാ ഇവിടം കൊണ്ട് നിർത്തുക എല്ലാ ആലോചനകളും ബന്ധങ്ങളും.
ബാറിലും റൂമിലും ഒക്കെ ആണുങ്ങളുമായി അഴിഞ്ഞാടുന്ന ഒരു പെണ്ണിനെ എന്റെ മോന് വേണ്ട. മക്കളുണ്ടാക്കിയ മാത്രം പോരാ, വളർത്താനും പഠിക്കണം. പഠിപ്പ് കേടിന്റെ ദോഷങ്ങളാ ഇതൊക്കെ. അതെങ്ങനെയാ? ബാപ്പയമ്മയും ഗൾഫിൽ പണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലല്ലേ? മക്കൾ ഇങ്ങനെയായി പോകുന്ന ചിന്തിക്കാൻ സമയം കിട്ടണ്ടേ? ഡാഡി എന്തൊക്കെയായി പറയുന്നേ? നിന്നോട് പോയി വണ്ടിയിലിരിക്കാനാ പറഞ്ഞത്. സത്താർക്കോയാ, എന്റെ മോള് ചീത്തായിട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമോശം. റജിക്കറിയെല്ലാം. വെറുതെ ബഹളം വെച്ച് ഇത് തകർക്കരുത്. എന്റെ മോളുടെ ജീവിത. ഒന്നും പറ്റിയിട്ടില്ലേ? നാണവും മാനവും ഇല്ലാതെ പറയുന്നത് കേട്ടില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോനെ ഇനി വിളിക്കുകയോ കാണുകയോ ചെയ്യരുത്. ഇതോടെ മറന്നേക്കണമെല്ലാം. ആമിന, നീ ഇങ്ങനായ പിന്നെ എവിടുന്നാടോ എനിക്കൊരു ധൈര്യം കിട്ടുക? താൻ ഇങ്ങനെ കരഞ്ഞോണ്ട് കിടക്കാതെ ഒന്ന് എഴുന്നേൽക്ക്. പിന്നെ എങ്ങനെയൊക്കെ നമ്മളെ മോളെ വളർത്തേണ്ടത്? നല്ല വിദ്യാഭ്യാസം, ജീവിത സൗകര്യം എല്ലാം ഒരുക്കി കൊടുത്തില്ലേ? എന്തിന്റെ കുറവ് അവക്ക് ഇവിടെ ഉണ്ടായേ? അത് തന്നെയാ നമുക്ക് പറ്റിയ തെറ്റും. എല്ലാ സൗകര്യം ഉണ്ടാവുമ്പോ ചീത്തയാവാനാ സാധ്യത എന്ന് നാം മനസ്സിലാക്കിയില്ല. അയാള് പറഞ്ഞ പോലെ നാം ഗൾഫിൽ കാശുണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോ ഇവിടെ മോള് ചീത്തയാവാനാ മെനക്കെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചില്ല. കാലങ്ങളായി ആന്തരി പറക്കാത്ത ഈ കുടുംബത്തിൽ ആറ്റുനൂറ്റ് കിട്ടിയ മകളാ നമ്മുടെ റിച്ചു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും മതിമറന്ന് സ്നേഹിച്ചു, ലാളിച്ചു. അതിനിടയിൽ അവള് വഴിതെറ്റി പോകുന്നത് മാത്രം ആരും കണ്ടില്ല. എന്തേക്ക നമ്മുടെ മോൾ എങ്ങനെയായി പോയത്? ഒന്ന്, അവളുടെ കൂട്ടുകെട്ട്. ചീത്ത കൂട്ടുകെട്ടിലാണ് അവള് പെട്ടിരിക്കുന്നത് നാം മനസ്സിലാക്കിയില്ല. അവള് നമ്മളോടൊപ്പം അവിടെ ആയിരുന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. രക്ഷിതാക്കൾ കൂടെയില്ലാതെ മക്കളെ തനിച്ചാക്കിയ ഇങ്ങനെയൊക്കെ ആയി പോയിന്ന് വരാം. മക്കളുടെ വളർച്ച എളുപ്പം മനസ്സിലാവുക പെറ്റുമ്മയ്ക്ക, മറ്റാരെക്കാളും. വെറും 2 കൊല്ലം അത്ര മാത്രല്ലേ നമ്മൾ അവളെ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. ഉപരിപഠനത്തിനെന്നും പറഞ്ഞ് അവളെ തനിച്ച് നാട്ടിലേക്ക് അയച്ചത് തെറ്റി. ബാംഗ്ലൂരിൽ ചേർത്തതും കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തതും അതിലേറെ തെറ്റി. ഒരു കണക്കിന് പറഞ്ഞ നമ്മൾ തന്നെ അവളെ ചീത്തയാക്കിയത്. അവളല്ല, നമ്മളാ തെറ്റ് ചെയ്തത്. കുറ്റം നമ്മുടെയാ, നമ്മുടെ മാത്രം. ആരുടെ മോളെ നിനക്കിത്ര ദേഷ്യം? എന്തിനാ ഇങ്ങനെ പിടിവാശി? എത്ര സമയമായി ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട്? കഴിക്കേ. എനിക്ക് വേണ്ട. ഇത്ത നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ മോള് നന്നാവും വേണ്ടിയാ. ഇതൊക്കെ നമുക്ക് ചേർന്നതാണോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ റെജിയുടെ ബാപ്പ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. അയാളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ ഇത്തക്കിക്കും? അങ്ങനെ ഒരു ഗതികേടുണ്ടായത് എന്തുകൊണ്ടാ മോളെ? ഈ കമ്പ്യൂട്ടറും ഫോണൊക്കെ മനുഷ്യന്റെ സൗകര്യത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാ ഇവയൊക്കെ നല്ലതാവുന്നത്. എന്നാ ഇവയൊക്കെയും ചീത്തകാര്യത്തിന് ഉപയോഗിച്ചാലോ ഒക്കെ നാശത്തിനുള്ളതാവും. മതി ഉപദേശിച്ചത്. ഇത്തരത്തിൽപ്പെട്ടൊരു കുട്ടിയാണെന്ന് പുറലോകം അറിഞ്ഞാ പിന്നെ മോളുടെ ഭാവി എന്താവും? ബാപ്പയുടെ ഉമ്മയുടെ തീരുമാനത്തിനെതിരായി രജിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ? ഇനി രജിയും കൂടി നഷ്ടപ്പെട്ട സഹിക്കാൻ കഴിയും എന്റെ കുട്ടിക്ക്? മോൾ എഴുന്നേൽക്ക്. ഇനി ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഒക്കെ ഒരു പേക്കിനാവാണെന്ന് കരുതി മറക്ക. ഇനി നല്ല കുട്ടിയായി മോക്കെ കഴുകി വന്ന് ഭക്ഷണം കഴിക്കി.
എണീക്കി. മോളെ, അസീനമ്മായി മോളുടെ ഫോൺ ഒന്നെടുക്കുന്നുണ്ട്. വീട്ടിലേക്കൊന്ന് വിളിക്കണം. എന്തായി അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കി മോള് പോയിട്ട് മുഖം കേട്ട് വാ. വാ. ആ. പാവം കുട്ടി. പ്രിയനേ മറന്നു നീ ഒരു രാഗം പാടു നീ കുയിലേ എൻ്റെ മനനോവറിയുമോ കരളേ മനനോവറിയുമോ കരളേ പ്രിയത്തോഴി ലൈലേ പ്രിയനേ മറന്നു നീ പ്രണയത്തിൻ തീക്കടൽ തിരകളിൽ നീന്തി ഞാനുരുകി തളരുന്ന നേരം പ്രണയത്തിൻ തീക്കടൽ തിരകളിൽ നീന്തി ഞാനുരുകി തളരുന്ന നേരം ഒരു പനി നീർക്കുളിർ ചൊരിയുവാനണയില്ലേ പ്രണയിനീയൻ പ്രിയലൈലേ പ്രണയിനി എൻ പ്രിയലൈലേ പ്രിയതോഴി ലൈലേ പ്രിയനേ മറന്നു നീ ജഹന്നമീ ലോകത്തിൽ വേർപെട്ടു പോയെങ്കിൽ ജന്നാത്തിലൊന്നിക്കും നമ്മൾ മരണമേ ഇനി എത്ര ദൂരം ലൈല 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 ലൈല
ഇക്കങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. റിജിനാസിൻ്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ആയിട്ടെന്താ, നമ്മുടെ കുട്ടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതുമൊക്കെ അവൾക്ക് വേണ്ടിയല്ലേണ്. അവളുടെ ഭാവി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നതാ അവളുടെ കല്യാണം ഒന്ന് കാണാൻ. എല്ലാം നശിപ്പിച്ചില്ലേ? ഇനി ഒന്നും ഉണ്ടാവില്ല. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റിൻ്റെ ഗൗരവം അസീൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു തെറ്റും അവളിൽ നിന്നുണ്ടാവില്ല. എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? എനിക്കുറപ്പുണ്ട്. ബക്കറെ, 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 ബക്കറെ. എന്താ എന്താ മോളെ? വല്ലാത്ത ദാഹം. ഫ്രിഡ്ജിനകത്ത് വെള്ളം ഇരിപ്പുണ്ടാവും. എടുത്തിട്ട് എന്നെ മുറിക്ക് വാ. മോളെ മോളെന്തെങ്ങനെ നോക്കണേ? വെള്ളതാ അതെവിടെ വെച്ചോ? ഞാൻ പോട്ടെ. നിന്റെ ശരീരം കൊള്ളാലോടെ ബക്കറെ. നല്ല ഒതുക്കുള്ള ബോഡി. വേണ്ട മോളെ വേണ്ട. എന്താണ് നീ ചെയ്തത്? നിന്നെ ഞാൻ കൊല്ലും. എന്നെ അടിക്കരുത് രക്ഷിക്ക. ഉണ്ടായത് ഞാൻ പറഞ്ഞതാ. എന്താണ് നീ കാണിച്ചത്? എന്തുണ്ടായെന്ന് പറ. നീ കാര്യം പറ, എന്താ ഉണ്ടായത്? ഞാൻ പറയാ ഉണ്ടായതെന്താന്ന് ഞാൻ പറയാ. മോളെന്തൊക്കെ പറയണത്? മോളെ മോളെന്താ കളിക്കുന്നത്? എന്താ ബക്കറെ പേടിച്ചു പോയോ? ബക്കറിനെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ ബക്കർ എനിക്കൊരു കാര്യം ചെയ്തു തരും. എന്താ ചെയ്തരോ? എന്തു കാര്യം? ഹസീനമ്മയുടെ കയ്യിൽ എന്റെ മൊബൈൽ ഫോൺ ഉണ്ട്. ബക്കർ എങ്ങനെയെങ്കിലും അത് എനിക്ക് എടുത്തു തരണം. അത് മോക്ക് തരണ്ടാന്ന് ഹസീനമ്മയോട് റഷീദ് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ കുഞ്ഞിപ്പ വന്നിട്ടില്ലല്ലോ. അമ്മായിന്റെ കയ്യിലുള്ള മൊബൈൽ ഞാൻ എങ്ങനെ മോക്ക് എടുത്തു തരാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്കത് കിട്ടിയേ പറ്റൂ. ഈ പാവം ബക്കറിനെ പറ്റൂല മോളെ. ഞാൻ പോവാ. ശരി മോളെ. ബക്കറിന് അത് പറ്റില്ലെങ്കിൽ വേണ്ട. പറ്റുന്ന മറ്റൊരു കാര്യം ചെയ്യാം. എന്താ കളിക്കുന്നു മോളെ? വേണ്ട വേണ്ട മോളെ വേണ്ട വേണ്ട മോളെ. ഇതാണ് ഉണ്ടായത്. സത്യമായിട്ട് മറ്റൊന്നും നടന്നിട്ടില്ല. ഇനിക്ക തീരുമാനിച്ചോളെ എന്നെ തല്ലണോ കൊല്ലണോ. ഇവിടുത്തെ ഉപ്പും ചോര ഈ ശരീരം ആരോരില്ലാതെ തെരുവിൽ തെണ്ടി തിരിഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നെ വളർത്തിയതും വലുതാക്കിയൊക്കെ ഈ കുടുംബം. ഈ കുടുംബത്തിനെ മറന്നിട്ട് മക്കൾ ഒന്നും ചെയ്യൂല. ഈ കുടുംബത്തിനോട് ഞാൻ നന്ദി കാണിക്കാം. റഷീദേ, നീ അല്ലടാ പറഞ്ഞത് ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന്?
എന്നിട്ട് എന്തായടാ? ഇക്ക അത് 10-20 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് ജീവിതം കഴിച്ചവരാ ഞാനും ഇവളും. ഹംസക്ക 2 വർഷം നിങ്ങളെല്ലാം വിശ്വസിച്ചല്ലേ അവളെ ഇങ്ങോട്ട് അയച്ചത്? ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? ഞാൻ നന്നാവുന്നതോടൊപ്പം നിങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടില്ലേ? പറ ഹസീന, അതിന്റെ നന്ദിയായിട്ടെങ്കിലും നിങ്ങൾക്ക് അവളെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? വഷളായിപ്പോയി അമിന, നമ്മുടെ മോള് വഷളായിപ്പോയി. ഇക്ക ഞങ്ങളെ ഒന്നും വെറുക്കരുത്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല റിച്ചു ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. അറിഞ്ഞിരുന്നെങ്കിലേ, ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിലേ. ഈ ബേജാറാവല്ല. വിളിക്കുന്നു. മോളെ മോളെ ഹലോ, ആരാ? ഞാനോ? ഷെറിൻ. വയസ്സോ 14.